സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നതിനിടെ ആറന്മുളയിലെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. കൂടുതൽ സർക്കാർ സഹായം ആവശ്യപ്പെട്ട് ആറന്മുള MLA അബിൻ വർക്കി രംഗത്തെത്തി. അതേസമയം സംസ്ഥാനത്ത് ഇന്നും 12 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും വടക്കൻ 6 ജില്ലകളിൽ രാവിലെ 3 മണിക്കൂർ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് തുടരുന്ന ശക്തമായ മഴയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന പ്രദേശങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് ആറന്മുള. അപ്രതീക്ഷിതമായി ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ നിരവധി വീടുകളും കൃഷിയിടങ്ങളും വെള്ളത്തിനടിയിലായി. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ സർക്കാർ സഹായം ആവശ്യപ്പെട്ട് ആറന്മുള MLA അബിൻ വർക്കി രംഗത്തെത്തിയത്. ആറന്മുളയിലുണ്ടായ സാഹചര്യം സാധാരണ വെള്ളപ്പൊക്കമല്ലെന്നും വലിയ ദുരന്തമാണെന്നും MLA പറഞ്ഞു. റാന്നി മേഖലയിൽ ഉയരുന്ന വെള്ളം മുഴുവൻ ഒഴുകിയെത്തുന്നത് ആറന്മുളയിലേക്കാണെന്നും റാന്നിയിൽ വെള്ളം കുറയുന്ന ഘട്ടത്തിൽ പോലും ആറന്മുളയിൽ ജലനിരപ്പ് വീണ്ടും ഉയരാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആറന്മുള നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിരവധി കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും കൂടുതൽ ശക്തമാക്കണമെന്നും റവന്യൂ വകുപ്പ് കൂടുതൽ ഊർജ്ജസ്വലമായി ഇടപെടണമെന്നും അബിൻ വർക്കി ആവശ്യപ്പെട്ടു. ഇതിനിടെ സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിതീവ്ര മഴയ്ക്കും മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. മഴ ശക്തമാകാൻ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ രൂപപ്പെട്ടിരിക്കുന്ന ന്യൂനമർദ്ദ പാത്തിയാണ്. ഇതിന്റെ സ്വാധീനത്തിൽ കേരളത്തിൽ ശക്തമായ മഴ തുടരാനാണ് സാധ്യത. ഇതോടൊപ്പം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടലിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നാണ് മുന്നറിയിപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം നാളെയോടെ മഴയുടെ ശക്തി ക്രമേണ കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ നിലവിൽ വെള്ളക്കെട്ട്, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ, നദീതീരങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.